ഐക്യദാർഢ്യമായി എത്തുകയാണോ? തീർച്ചയായിട്ടും അതെ. സ്റ്റുഡൻസ് രാജ്യമെമ്പാടുമുള്ള സ്റ്റുഡൻസ് ഒരു വളരെ റെലവൻ്റായ ഒരു കോസിന് വേണ്ടിയാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. സോ അതിന് ഐക്യദാർഢ്യം, ബിക്കോസ് ഫ്യൂച്ചർ ഓഫ് ദ കൺട്രി ബിലോങ്സ് ടു ദ സ്റ്റുഡൻസ്, റൈറ്റ്? സോ അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാവുക, ക്രാക്സ് ഇല്ലാത്തൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ലീസ്റ്റ് വി ക്യാൻ ഡു ഫോർ ദ ജനറേഷൻസ് ടു കം. ഈ സമരത്തെ അതിഭീകരമായാണ് ഭരണകൂടം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സംസാരിച്ചപ്പോൾ എൻ എസ് മാധവൻ ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞു. ഹിറ്റ്ലറിൻ്റെ കാലത്തേക്ക് ഉൾപ്പെടെ ഉപമിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആ നിലയിൽ തന്നെയാണോ കാണുന്നത്? ഭീകരമായി തന്നെയാണ് സമരത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. ഡെമോക്രസി ഒരിക്കലും ഒരു വയലൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലല്ലോ. ഡെമോക്രസി ഈസ് ബേസ്ഡ് ഓൺ മീനിങ് ഡയലോഗ് അല്ലേ. വയലൻസ് അല്ല അതിനുള്ളൊരു ഉത്തരം ഉണ്ട്. ഇതിന് ഒരു ആരുടെയും ഏതൊരു പാർട്ടിയുടെ ആണെങ്കിലും ശരി, ഞാൻ ഒരു പാർട്ടിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടല്ല ഇവിടെ വന്നത്. പ്യുവർലി ഈ കോസിലുള്ള ഒരു ട്രൂത്തും ഇത് എത്ര റെലവൻ്റ് ആണെന്ന് തിരിച്ചറിവും കൊണ്ടാണ് ഇവിടെ വന്നത്. ഇതിന് ആരുടെയും പൊളിറ്റിക്കൽ ആൻഡ് വേറെ അജണ്ടാസ് ഒന്നും തിരികെ കയറ്റാതെ ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ ഫോർ ദ കൺട്രി. ഐ തിങ്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു യൂത്ത് ലെഡ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയലൻസ് ഇസ് നെവർ ദ ആൻസർ. അത് ഈ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിയാൽ സിനിമ സാംസ്കാരിക പ്രവർത്തകരായ നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയും, വിദ്യാർത്ഥികൾ നമുക്ക് കാണാൻ കഴിയും. ഇവരെല്ലാം ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ വേദിയിൽ നടത്തിയ ഒരു അനൗൺസ്മെൻറ്റ്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ പാടാനുള്ള ആർക്ക് വേണമെങ്കിലും ഈ വേദിയിലേക്ക് കടന്നു വരാമെന്നതാണ്. വിദ്യാർത്ഥി യൂണിയൻ, മഹാരാജാസിലെ വിദ്യാർത്ഥി യൂണിയനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ അതിന് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിറങ്ങൾക്കപ്പുറത്തേക്ക് ഇവർ ദേശീയ പതാക ഏന്തിക്കൊണ്ടാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തിയത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ദേശീയ പതാക ഉൾപ്പെടെ കയ്യിൽ പിടിച്ചാണ് ഇവർ ഈ സമരത്തിൻ്റെ ഭാഗമായത്. SFI നേതൃത്വം നൽകുന്ന യൂണിയനാണ് മഹാരാജാസിൽ. പക്ഷേ അത്തരത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു നിറവും നൽകാതെ ഒരു യുവതയുടെ സമരമായി തന്നെയാണ് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ തന്നെയാണല്ലേ? അത് തീർച്ചയായും. ഇതിപ്പോൾ ഡൽഹി കളിക്കുന്ന തികച്ചും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് നമ്മളാണ് ഇതിനെതിരെ പ്രതികരിക്കാനുള്ളൂ. ജൻസിയെ ഞങ്ങൾ തന്നെ എപ്പോഴും ഉണ്ടാവുമെന്ന് അറിയിക്കും. ഈ സമരത്തെ ഭീകരമായാണ് പോലീസ് നേരിടുന്നത്. അതൊക്കെ ഇന്നലെ കണ്ടിരുന്നു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ വിദ്യാർത്ഥികളെല്ലാം തല്ലിച്ചതക്കുന്ന നിലയിലാണ് രാജ്യത്തെ ഭരണകൂടം ഈ സമരത്തെ നേരിടുന്നത്. അത് തികച്ചൊരു അൺഫെയർ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നമുക്ക് അത് പോലീസുകാരാണെങ്കിൽ ഇപ്പോൾ ഒരിക്കലും പ്രതിപക്ഷ നേതാവിനെ ആ ഒരു ഇതാണ് ഇപ്പോൾ ഇന്നലെ വരെ കുറച്ച് സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് തികച്ചും ഞങ്ങൾ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വരും. എപ്പോഴും ഉണ്ടാവും കൂടെ. ഞങ്ങൾ ജെൻസി പിള്ളേർ അങ്ങനെയല്ല, എപ്പോഴും ഉണ്ടാവും. അതാണ് ജെൻസിയുടെ ഒരു സമരമായി തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് എന്നതാണ്. ഇവിടെ ഒരു പ്ലക്കാർഡിലേക്ക് വന്നാൽ നമുക്ക് കാണാം, ദ പവർ ഓഫ് ദി പീപ്പിൾ ഈസ് സ്ട്രോങ്ങർ ദാൻ ദി പീപ്പിൾ ഇൻ പവർ. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നവരുടെ ശക്തിയേക്കാൾ വലുതാണ് രാജ്യത്തെ ജനങ്ങളുടെ ശക്തി എന്നതാണ് ഇവിടെ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. നമുക്ക് അവരിൽ ചില ആളുകളിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ നിരവധി ആളുകൾ എത്തുന്നത്. ഈ സമരത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് നമ്മുടെ ഗവൺമെന്റ് ശരിക്കും ഡെമോക്രസിയാണ്. അപ്പം അങ്ങനെ തന്നെ ആവേണ്ടതാണ്. ഡെമോക്രസി എന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാർ പറയണ കേൾക്കണം. അതിനാണ് നമ്മളവരെ വോട്ട് ചെയ്യണത്. വോട്ട് ചെയ്തിട്ട് 3 ദിവസം കാണിച്ച ആരായാലും പ്രതിഷേധിക്കും. അന്ന് വെച്ച് നമ്മൾ ആന്റി നാഷണൽ എന്ന് വിളിക്കാൻ പാടുണ്ടോ? അത് ഈ പ്രതിഷേധത്തെ വലിയ നിലയിൽ ഭീകരമായി നേരിടുകയാണ്. ഭയം തോന്നുന്നുണ്ടോ? നന്നായിട്ട് ഭയം തോന്നുന്നു. എന്നെ എപ്പോൾ വേണമെങ്കിലും ഞാൻ അവർക്കെതിരെ പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ള എല്ലാം പവറും ഗവൺമെൻറ്റിന് ഇപ്പം ഉണ്ട്. അതൊന്നും നല്ല ഭയമുണ്ട്. പക്ഷെ എന്നാലും ഞാനിവിടെ നിൽക്കണം. കാരണം ഞാൻ നിന്നില്ലെങ്കിൽ വേറെ ആരും നിൽക്കും. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ സമരം. വലിയൊരു സാംസ്കാരിക പ്രവർത്തകർ, സാംസ്കാരിക നായകർ ഇവിടെ സമരത്തിന്റെ ഭാഗമായി എത്തുന്നു. ഇവിടെ പ്രവർത്തകർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. അങ്ങനെ സർഗാത്മകമായ ഒരു സമരമാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്നതാണ്. ഈ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിരവധി ആളുകൾ, നമുക്ക് സുപരിചിതമായ മുഖങ്ങളുണ്ട്, പരിചിതമല്ലാത്ത മുഖങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും അവരുടെ ഒരു താരജാടകളോ ഒന്നുമില്ലാതെ തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകൾ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് ഈ മഹാരാജാസിൽ നമ്മളിപ്പോൾ കാണുന്നത്. എങ്ങനെയാണ് ഈ സമരത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ആസ് സ്റ്റുഡൻസ് ഞങ്ങളൊക്കെ ഈ എക്സാംസ് എഴുതിയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് I think it's high time we protested against paper leaks and everything. And the way government is, brutality, the police brutality against the students. കുഞ്ഞു പിള്ളേരെ പോലും വെറുതെ വിടുന്നില്ല. അതെന്ത് ജനാധിപത്യമാണ്? ആൻഡ് ഇറ്റ്സ് ഓൾ ഓവർ അക്കൗണ്ടബിലിറ്റി ചോദിച്ചതിൻ്റെ പേരിൽ മാത്രം.
ഏത് ഗവൺമെൻറ്റിനായാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ദേ ആക്ച്വലി ടേക്ക് അക്കൗണ്ടബിലിറ്റി. ഈവൻ പ്രീവിയസ് ഗവൺമെൻറ്റ്സ് ആയാലും ദേ ടേക്ക് അക്കൗണ്ടബിലിറ്റി. വി ഹാഡ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച്. അതൊക്കെ എവിടെ എന്നാണ്. ആസ് സ്റ്റുഡൻസ് വി ആക്ച്വലി wanted to show solidarity. Like I'm actually the privileged community. I was a NEET aspirant. ഞാൻ 1 year brilliantly ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് I was privileged enough to go to പുറത്ത് പോയി പഠിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എക്സാം എഴുതി, ഇവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതി പാസ്സായതിനുള്ള പ്രിവിലേജ് എനിക്കുണ്ട്. ബട്ട് വാട്ട് അബൌട്ട് പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാർ? യുനോ ആ പിള്ളേർക്ക് 23 പിള്ളേർ മരിച്ചു. അത് മരിച്ചു മേർഡർ എന്ന് തന്നെ അതിനെ വിളിക്കണം. യുനോ ഫോർ വാട്ട് ദീസ് പീപ്പിൾ കുഡന്റ് ഡു. എത്ര പേപ്പേഴ്സ് ലീക്കായി. So this is all like high time we question it, and I love the way that the youth has actually taken this up. Like, you know, it's high time. I was one of those people who thought, okay, youth is silent ആണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല. രാജ്യത്തെ യുവജനങ്ങൾ അവർ ഒരു വല്ല സൈലന്റ് ആണ്, അപ്പൊളിറ്റിക്കൽ ആണെന്നുള്ള വാദങ്ങളൊക്കെ പലതവണ നമ്മൾ കേട്ടതാണ്. അതിനുള്ളൊരു മറുപടിയാണ് ഇത് സമരം. Don't you think so? അല്ലേ? കാണുന്നില്ലേ ജന്തർ മന്തർ ഇവിടെ എന്തോരം വേറെ എന്തോരം സ്ഥലത്ത് ഇത് അറേഞ്ച് ആവുന്നു, ഓരോ ഡിസ്ട്രിക്റ്റിലും അറേഞ്ച് ആവുന്നു. അത് പിള്ളേരല്ലേ ചെയ്യുന്നത്? ഇസ് ഇറ്റ് എനി പാർട്ടി ലീഡേഴ്സ്? നോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇത് ഒരു പാർട്ടി പ്രവർത്തനമേ അല്ല. മഹാരാജാസ് കോളേജിലും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അതായത് ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന CJP പ്രതിഷേധ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ജൻസികൾ, അവർ ആയിരക്കണക്കിന് വരുന്ന പ്രതിഷേധക്കാരുണ്ട്. മിനിയാന്ന് 10-12 ആളുകൾ ഇന്നും ഒഴുകി വരുന്ന, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ധാരാളം വിദ്യാർത്ഥികളെയും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വരുന്ന എല്ലാ പ്രായപരിധിയിലുള്ള മനുഷ്യരെയും കാണാം.